നമ്മുടെ രാഷ്ട്രശില്പിയും പ്രഥമ പ്രധാനമന്ത്രിയുമായിരുന്ന ജവഹർലാൽ നെഹ്റു ഒരു ദൈവവിശ്വാസിയായിരുന്നില്ല. അദ്ദേഹം ദൈവവിശ്വാസി അല്ല എന്ന് ഉറപ്പിച്ച് പറഞ്ഞിട്ടുള്ള ആളാണ്. അതിൻ്റെ അർത്ഥം അദ്ദേഹം ഒരു വലിയ നിരീശ്വരവാദിയാണോ? അതുമല്ല. അദ്ദേഹം ഈ ദൈവമുണ്ടോ ഇല്ല എന്നുള്ള കാര്യത്തെക്കുറിച്ച് വലിയ ചിന്തയില്ലാത്ത ഒരാളായിരുന്നു. അദ്ദേഹത്തിന് ദൈവം ഉണ്ടായാലും ദൈവമില്ലെങ്കിലും വിരോധമില്ല. അദ്ദേഹം മതപരമായ ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ ഒരിക്കലും പാലിച്ചിരുന്ന ആളല്ല. അങ്ങനെയുള്ളതായി ജവഹർലാൽ നെഹ്റു നല്ല ആരോഗ്യമുള്ള കാലത്ത് മധുരമനോഹരമായ ഒരു മരണപത്രം എഴുതി വച്ചു. ഈ മരണപത്രം അതിൻ്റെ സാഹിത്യ ഭംഗി കൊണ്ട് തന്നെ പഠിക്കപ്പെട്ട ഒരു കൃതിയാണ്. അതിൽ അദ്ദേഹം പറഞ്ഞത്, ഞാനൊരു ഈശ്വരവിശ്വാസിയല്ല, ഞാൻ മരിക്കുമ്പോൾ മതപരമായ യാതൊരു ചടങ്ങുകളും പാടില്ല. മതപരമായ ചടങ്ങുകൾ കൂടാതെ അനുഷ്ഠാനങ്ങൾ കൂടാതെ എൻ്റെ മൃതദേഹം ചിതയിൽ ദഹിപ്പിക്കേണ്ടതാണ്. ചിതാഭസ്മത്തിൻ്റെ ഒരു ഭാഗം മതപരമായ ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ കൂടാതെ ഗംഗയിൽ നിമജ്ജനം ചെയ്യേണ്ടതാണ്. ബാക്കിയുള്ളത് ഈ രാജ്യത്തെ വയലേലകളിൽ വിതരണം എന്നാണ്. ഇത് എഴുതുന്ന സമയത്ത് അദ്ദേഹത്തിന് നല്ല ആരോഗ്യമുണ്ടായിരുന്നു, തെളിഞ്ഞ ബുദ്ധിയും ഉണ്ടായിരുന്നു. ഏതാണ്ട് 10 വർഷത്തിന് ശേഷമാണ് നെഹ്റു മരിക്കുന്നത്. 1964 ജനുവരിയിൽ അദ്ദേഹത്തിന് ഭുവനേശ്വറിൽ വച്ച് മസ്തിഷ്ക ആഘാതം ഉണ്ടായി, ഹെമറേജ് ഉണ്ടായി. അതേ തുടർന്ന് അദ്ദേഹത്തെ ഡൽഹിയിലേക്ക് കൊണ്ടുവന്നു, തീവ്രമായ പരിചരണവും ചികിത്സയൊക്കെ കൊടുത്തു. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ മകൾ, കടുത്ത ദൈവവിശ്വാസിയായ ഇന്ദിരാഗാന്ധി, തീൻമൂർത്തി ഭവനിൽ തന്നെയാണ് താമസിച്ചിരുന്നത്. തീൻമൂർത്തി ഭവനിൽ കാശിയിൽ നിന്നും മറ്റുമൊക്കെ വലിയ പൂജാരികളെ കൊണ്ടുവന്ന് മൃത്യുഞ്ജയ ഹോമം അടക്കമുള്ള സകലമായ പൂജ ഹോമ മന്ത്രാദികളെല്ലാം പയറ്റി നോക്കി. പക്ഷേ അതുകൊണ്ട് പ്രത്യേകിച്ച് ഫലമൊന്നും ഉണ്ടായില്ല. മെയ് മാസം 27-ാം തീയതി നെഹ്റുവിന് വീണ്ടും ആഘാതം ഉണ്ടാകുകയും അദ്ദേഹം പുലർച്ചെ മരിച്ച നിലയിൽ കാണപ്പെടുകയും ചെയ്തു. പക്ഷേ അപ്പോഴും ഇത് തന്നെ സംഭവിച്ചു. അദ്ദേഹത്തിൻ്റെ മൃതദേഹം വീണ്ടും മതപരമായ സകലവിധ ചടങ്ങുകളോടും കൂടി മൈസൂരിൽ നിന്ന് ചന്ദനത്തടി കൊണ്ടുവന്ന് ധാരാളം നെയ്യൊഴിച്ച് ദഹിപ്പിക്കുകയാണ് ചെയ്തത്. വീണ്ടും മതപരമായ ചടങ്ങുകളോടുകൂടി തന്നെ അദ്ദേഹത്തിൻ്റെ ചിതാഭസ്മം ഗംഗാ നദിയിൽ നിമജ്ജനം ചെയ്യുകയാണ് ഉണ്ടായത്. ബാക്കി ഭാഗം നേരത്തെ പറഞ്ഞ പോലെ വയലേലകളിലൊക്കെ വിതറുകയും ചെയ്തു. ഇതാണ് നെഹ്റുവിൻ്റെ അന്ത്യം. ഞാനിത് പറഞ്ഞ് നെഹ്റുവിനെ മോശക്കാരനാക്കാൻ വേണ്ടിയിട്ടല്ല. നെഹ്റുവിനെ പോലെ പ്രബലനായ ഒരാൾക്ക് പോലും മരണാനന്തരം അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരം എല്ലാ കാര്യങ്ങളും നടന്നത്. നേരെ മറിച്ച് ജീവിച്ചിരുന്ന അനന്തരാവകാശികളുടെ അല്ലെങ്കിൽ മകളുടെ താല്പര്യപ്രകാരമാണ് എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഇനി പറയാൻ പോകുന്നത് സമീപകാലത്ത് നമ്മുടെ നാട്ടിൽ ഒരു സാധാരണ മനുഷ്യന് സംഭവിച്ച ഒരു കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ പേര് ഷിഹാബുദ്ദീൻ എന്നാണ്, ഷിഹാബുദ്ദീൻ മേത്തർ എന്നാണ്. അദ്ദേഹം ഈരാറ്റുപേട്ട സ്വദേശിയാണ്. നമ്മുടെ PC ജോർജിൻ്റെ നാടാണ് ഈരാറ്റുപേട്ട, കോട്ടയം ജില്ലയിൽ. അദ്ദേഹം ഇലക്ട്രിസിറ്റി ബോർഡിലോ മറ്റോ ഉദ്യോഗസ്ഥനായിരുന്നു. പട്ടാമ്പിയിലാണ് താമസിച്ചിരുന്നത്. ഇദ്ദേഹം ചെറുപ്പകാലം മുതലേ യുക്തിവാദത്തോട് താല്പര്യമുള്ള ആളായിരുന്നു. AT കോവൂരിൻ്റെയും അതുപോലെ ഇടമറുകിൻ്റെയൊക്കെ പുസ്തകങ്ങൾ വായിച്ച് തലതിരിഞ്ഞു പോയൊരു മനുഷ്യൻ എന്ന് വിചാരിച്ചാൽ മതി. പുള്ളി ഈ അള്ളാഹു ഏകദൈവമാണെന്നോ അല്ലെങ്കിൽ മുഹമ്മദ് അള്ളാഹുവിൻ്റെ ദൂതനാണെന്നോ ഖുർആൻ ദൈവവചനമാണോ എന്നൊന്നും വിശ്വസിച്ചിരുന്നില്ല. ഈ ഖിയാമം, അതായത് അന്ത്യവിധിയെക്കുറിച്ചും അദ്ദേഹത്തിന് സംശയങ്ങളുണ്ടായിരുന്നു. പിന്നെ ഹജ്ജിന് പോകുന്നത് നിഷ്പ്രയോജനമാണ്, അതുപോലെ തന്നെ സക്കാത്ത് കൊടുക്കുന്നുണ്ട്, പ്രത്യേകിച്ച് അത് കിട്ടുന്നവർക്കല്ലാതെ വേറെ ആർക്കും ഒരു പ്രയോജനവുമില്ല എന്നൊക്കെ അദ്ദേഹം ആത്മാർത്ഥമായിട്ട് വിശ്വസിച്ചു. അങ്ങനെ ഒരു യുക്തിവാദിയായിട്ട് അറിയപ്പെട്ട ആളാണ്. എന്ന് വെച്ച് ആനക്കയം സൈദ് മുഹമ്മദിൻ്റെ പോലെയോ ജബ്ബാർ മാഷിൻ്റെ പോലെയോ അഖില കേരള പ്രസിദ്ധനായ വ്യക്തിയൊന്നും ആയിരുന്നില്ല. യുക്തിവാദിയായിരുന്നു. യുക്തിവാദികൾക്ക് അദ്ദേഹത്തെ താല്പര്യമായിരുന്നു, അദ്ദേഹത്തിന് യുക്തിവാദത്തോടും താല്പര്യമായിരുന്നു. അദ്ദേഹം ഈ കഴിഞ്ഞ ദിവസം പെട്ടെന്ന് മരണപ്പെട്ടു. മരിച്ചു കഴിഞ്ഞപ്പോഴാണ് ഒരു ബുദ്ധിമുട്ട് വന്നത്. കാരണം മരിക്കുന്നവരെ യുക്തിവാദികളായിരിക്കുന്ന ആളുകൾക്ക് മരണശേഷം ഉണ്ടാകാവുന്ന ഒരു ദുർവിധി എന്ന് പറയുന്നത് അവരുടെ താല്പര്യപ്രകാരമായിരിക്കില്ല, ജീവിച്ചിരിക്കുന്ന മറ്റ് ബന്ധുക്കളുടെ താല്പര്യപ്രകാരമായിരിക്കും അവരുടെ കാര്യങ്ങൾ നടത്തപ്പെടുക എന്നുള്ളതാണ്. ഏതായാലും പട്ടാമ്പിയിലുള്ള മുസ്ലിം പള്ളികളിലൊന്നും അദ്ദേഹത്തെ അടക്കാനായിട്ട് അനുവാദം കിട്ടിയില്ല എന്നുവേണം മനസ്സിലാക്കാൻ. ഈ മൃതദേഹം സ്വന്തം നാടായ ഈരാറ്റുപേട്ടയ്ക്ക് കൊടുത്തു. അദ്ദേഹത്തിൻ്റെ സഹോദരന്മാരൊക്കെ അവിടെ ഉണ്ട്. അവരൊക്കെ വലിയ വിശ്വാസികളാണ്. ഞാൻ മനസ്സിലാക്കിയത് ശരിയാണെങ്കിൽ മുജാഹിദ് പ്രസ്ഥാനക്കാരാണ്. അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഈരാറ്റുപേട്ടയിൽ കൊണ്ടുവന്ന് അവിടുത്തെ പള്ളിയിൽ അടക്കം ചെയ്യുകയാണ് ഉണ്ടായത്. മതപരമായ ചടങ്ങുകളൊക്കെ ഉണ്ടായി കാണും എന്ന് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. അതുവരെ പ്രശ്നമൊന്നും ഉണ്ടായില്ല. മരിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ മൃതദേഹം പള്ളിയിൽ അടക്കി കഴിഞ്ഞപ്പോൾ നമ്മുടെ നാട്ടിലെ ഒരു വിഭാഗം ആളുകൾ, അതിൽ പ്രത്യക്ഷ ജിഹാദികളുമുണ്ട് നിഷ്പക്ഷ ജിഹാദികളുമുണ്ട്, രണ്ടുപേരും വളരെയധികം ആഹ്ലാദഭരിതരാവുകയും ഇത്രയും നാൾ അള്ളാഹുവിനെയും പ്രവാചകനെയും ഖുറാനെയും ആക്ഷേപിച്ചുകൊണ്ട് നടന്ന ഷിഹാബുദ്ദീന് മരിച്ചു കഴിഞ്ഞപ്പോൾ പള്ളിക്കാട്ടിൽ
6 അടി മണ്ണേ കിട്ടിയുള്ളൂ. ഇപ്പോൾ ഇതുവരെ അദ്ദേഹം അടിമത്തത്തെ നിഷേധിച്ചിരുന്ന ഇദ്ദേഹം ഇപ്പോൾ ദൈവത്തിൻ്റെ സമ്പൂർണ്ണ അടിമയായി മാറിയിരിക്കുന്നു എന്ന് ഇവർ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഷിഹാബുദ്ദീൻ്റെ മരണം ഒരു ഫ്ലാഷ് ബാക്ക് എന്ന രീതിയിലുള്ള കഥകൾ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ സത്യം പറഞ്ഞാൽ വളരെ മോശമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. മരിച്ചുപോയ ഒരാളെ ഈ രീതിയിൽ നിന്ദിക്കുന്നത് ശരിയല്ല. അതിപ്പോൾ യുക്തിവാദിയാണെങ്കിലും ശരിയാണ്, ദൈവവിശ്വാസിയാണെങ്കിലും ശരിയാണ്. അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു ധാർമ്മികത. പിന്നെ ഈ നേരത്തെ പറഞ്ഞ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് അങ്ങനെ ധാർമ്മികതയെക്കുറിച്ചൊന്നും വലിയ ചിന്തയില്ലാത്തതുകൊണ്ട് അവർ ഇതിനെ ആഹ്ലാദം പ്രകടിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇത് സത്യം പറഞ്ഞാൽ ആർക്കും സംഭവിക്കാവുന്നതാണ്. നിരീശ്വരവാദികൾക്ക് മാത്രമല്ല ദൈവവിശ്വാസികൾക്ക് സംഭവിക്കാം. നമ്മുടെ കൺമുമ്പിൽ തന്നെ ഉദാഹരണങ്ങളുണ്ട്. ഇപ്പോൾ കൊടുങ്ങല്ലൂരടുത്ത് കാര എന്ന് പറഞ്ഞ സ്ഥലത്ത് സൈമൺ മാസ്റ്റർ എന്ന് പറഞ്ഞ ഒരു ദൈവവിശ്വാസി ഉണ്ടായിരുന്നു. അദ്ദേഹം ക്രിസ്ത്യാനിയായിട്ടാണ് ജനിച്ചത്, ക്രിസ്ത്യാനിയായിട്ടാണ് ജീവിച്ചത്, ക്രിസ്തു മതത്തിൽ നിന്നാണ് വിവാഹം ചെയ്തത്. അദ്ദേഹത്തിൻ്റെ മകനും ക്രിസ്ത്യാനിയാണ്. അങ്ങനെയുള്ള സൈമൺ മാസ്റ്റർ പിന്നീട് ഖുറാനും ആയത്തുകളൊക്കെ വായിച്ച് പഠിച്ച് ഒരു മുസ്ലിമായിട്ട് മാറി. അദ്ദേഹത്തിൻ്റെ പേര് ഈസി സൈമൺ എന്നുള്ളത് ഈസി മുഹമ്മദ് എന്നാക്കി മാറ്റി. അദ്ദേഹം ഹജ്ജിന് പോയോ എന്നും സംശയമുണ്ട്. അദ്ദേഹം പിന്നീട് ഇസ്ലാം മത പ്രബോധകനായിട്ട് മാറി. അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഞാൻ കേട്ടിട്ടുണ്ട്. പാലാരിവട്ടം ജംഗ്ഷനിൽ അദ്ദേഹം മൈക്ക് വെച്ച് ജമാഅത്തെ ഇസ്ലാമിയുടെ മീറ്റിങ്ങിൽ പ്രസംഗിക്കുന്നു. ഒരു ക്രിസ്ത്യാനിയായിട്ട് ജനിച്ച് ക്രിസ്ത്യാനിയായിട്ട് ജീവിച്ച് ഞാൻ എങ്ങനെയാണ് ഒരു മുസ്ലിമായിട്ട് മാറിയത് എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നത് ഞാൻ എൻ്റെ ചെവി കൊണ്ട് കേട്ടിട്ടുള്ളതാണ്. ഈ സൈമൺ മാസ്റ്റർ അവസാന കാലത്ത് അദ്ദേഹം സുഖമില്ലാതിരിക്കുന്ന സമയത്ത് സുഖമില്ലായിരുന്നു, പിന്നീട് മരിച്ചു. ഭാര്യയുടെയും മകൻ്റെയും സംരക്ഷണയിലായിരുന്നു. മരിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഈ വീട്ടുകാർ ക്രിസ്ത്യൻ പള്ളിയിൽ അടക്കാൻ പറ്റിയില്ല. അവിടെ കൊണ്ടുചെന്ന് അച്ഛൻ സമ്മതിക്കുകയില്ല. കാരണം ഇദ്ദേഹം മതം മാറിയതാണ്. മാത്രമല്ല അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് സ്ഥലത്തെ മഹല്ല് കമ്മിറ്റിക്കാരുമായിട്ട് ഒരു ധാരണയിലെത്തിയിരുന്നു. ഇദ്ദേഹത്തിൻ്റെ മൃതദേഹം കാതിയാളം ഖബർസ്ഥാനിൽ അടക്കണം എന്ന് പുള്ളി എഴുതി കൊടുക്കുകയും ചെയ്തു. പക്ഷേ ഇതൊക്കെ ഉണ്ടായിട്ടും ഇദ്ദേഹത്തിൻ്റെ ഭാര്യയും മകനും പറഞ്ഞു അങ്ങനെയല്ല, അദ്ദേഹം അങ്ങനെ പറഞ്ഞു എന്നുള്ളത് ശരിയാണ്. പക്ഷേ അവസാന കാലത്ത് പുള്ളിയുടെ അഭിപ്രായം മാറി. അദ്ദേഹം ആഗ്രഹിച്ചിരുന്നത് മൃതദേഹം മെഡിക്കൽ കോളേജിന് കൊടുക്കണം എന്നാണ്. അങ്ങനെ തൃശ്ശൂർ മെഡിക്കൽ കോളേജിന് വിട്ടുകൊടുക്കാൻ ഇവർ തീരുമാനിച്ചു. മഹല്ല് കമ്മിറ്റിക്കാർ, പ്രത്യേകിച്ച് ജമാഅത്തെ ഇസ്ലാമിക്കാർ ഇതിനെതിരെ വല്ലാതെ പ്രതിഷേധിക്കും. ഹൈക്കോടതിയിൽ കേസ് കൊടുച്ചു. കേസൊക്കെ ഗംഭീരമായിട്ട് നടന്നു. പക്ഷേ ഹൈക്കോടതി പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ അവസാനത്തെ അഭിലാഷം എന്തായാലും നമുക്ക് ആർക്കും അറിയില്ല. ഭാര്യയും മകനും പറയുന്നത് അവിശ്വസിക്കാൻ ഞങ്ങൾ നോക്കിയിട്ട് ഒരു കാരണവും കാണുന്നില്ല. ലോറൻസ് ചേട്ടൻ്റെ കാര്യത്തിൽ സംഭവിച്ച പോലെ അത് മറിച്ചായിരുന്നു മാത്രം. ഏതായാലും സൈമൺ മാസ്റ്ററുടെ മൃതദേഹം തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ വിട്ടുകൊടുത്തു. അപ്പോൾ ഇത് മറിച്ചും സംഭവിക്കാവുന്നതാണ്. ഇദ്ദേഹം മുസ്ലിം അല്ലായിരുന്നു എന്നോ ജമാഅത്തെ ഇസ്ലാമിയുടെ സഹയാത്രികനല്ലായിരുന്നു എന്നോ ഒരാളും പറയില്ല, ഞാൻ പോലും പറയില്ല. പക്ഷേ മൃതദേഹം മഹല്ല് കമ്മിറ്റിക്ക് കൊടുത്തില്ല, ഖബർസ്ഥാനിൽ അടക്കാൻ അനുവദിച്ചില്ല. വീട്ടുകാരെടുത്ത നിലപാട് മറിച്ചായിരുന്നു. അതുകൊണ്ട് മൃതദേഹം തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്കാണ് പോയത്. അപ്പോൾ ഇങ്ങനെയൊക്കെ സാധാരണയിൽ നമ്മുടെ നാട്ടിൽ സംഭവിക്കാറുണ്ട്. ഇതിലെ തത്വം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ദൈവവിശ്വാസിയാവുകയോ അല്ലെങ്കിൽ മതവിശ്വാസിയാവുകയോ അല്ല പ്രധാനം. ഈ മരിച്ചു പോകുമ്പോൾ ഇയാളുടെ സന്തു ബന്ധുക്കൾ ഏത് പ്രസ്ഥാനത്തിൽ നിൽക്കുന്നു, എന്താണ് അവരുടെ നിലപാട് എന്നുള്ളതിനെ ആശ്രയിച്ചിട്ടാണ്. നമ്മുടെ യുക്തിവാദി സംഘത്തിൻ്റെ പ്രസിഡൻ്റായിരുന്ന കേരള ബാർ കൗൺസിലിൻ്റെ ചെയർമാനുമായിരുന്ന KN അനിൽകുമാറിൻ്റെ അമ്മ സരോജിനി അമ്മ എന്നാണ് അവരുടെ പേര്. ഈ സമീപ ദിവസമാണ് മരിച്ചത്. ഇവർ ജീവിതകാലത്ത് ഒട്ടും തന്നെ ദൈവവിശ്വാസിയായിരുന്നില്ല, യുക്തിവാദിയായിരുന്നു, CPM കാരിയായിരുന്നു. അശമന്നൂർ പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ട് 5 കൊല്ലം ഇരുന്ന ആളാണ്, 10 കൊല്ലം മെമ്പറായിരുന്നു. മരിക്കുന്നതിന് മുമ്പ് തന്നെ മൃതദേഹം മെഡിക്കൽ കോളേജിലേക്ക് കൊടുക്കണമെന്ന് എഴുതി വെച്ചു. അതുകൊണ്ടൊന്നും കാര്യമില്ല. പക്ഷേ മക്കളെല്ലാവരും യുക്തിവാദികളായിരുന്നുകൊണ്ട് എന്ത് സംഭവിച്ചു? മിക്കവരും തന്നെ CPM കാരോ CPI കാരുമാണ്. അതിനേക്കാൾ ഉപരി യുക്തിവാദികളാണ്. അനിൽകുമാർ അടക്കം ആ മൃതദേഹം മെഡിക്കൽ കോളേജിലേക്ക് വിട്ടു. അപ്പോൾ ഇവിടെ ഷിഹാബുദ്ദീന് പറ്റിയ അപകടം, അല്ലെങ്കിൽ നെഹ്റുവിന് പറ്റിയ, അല്ലെങ്കിൽ സൈമൺ മാസ്റ്റർക്ക് പറ്റിയ തെറ്റ്, ഇവർ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറിയപ്പോൾ, ഒരു വിശ്വാസത്തിൽ നിന്ന് മറ്റൊരു വിശ്വാസത്തിലേക്ക് മാറിയപ്പോൾ, അല്ലെങ്കിൽ അവിശ്വാസത്തിലേക്ക് പോയപ്പോൾ അവരുടെ ഭാര്യയോ മക്കളെയോ ആ മാർഗത്തിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇവർക്ക് ഇങ്ങനെ ഒരു വിപര്യമുണ്ടായത്. അതുകൊണ്ട് എന്ത് പറ്റി? ഈ പ്രത്യക്ഷ ജിഹാദികൾക്കും നിഷ്പക്ഷ ജിഹാദികൾക്കും സന്തോഷിക്കാൻ ഒരു അവസരം കിട്ടി എന്ന് മാത്രം. ഇനി ഇവർ സന്തോഷിച്ചതുകൊണ്ട് മരിച്ചുപോയ ആൾക്ക് എന്തെങ്കിലും ആ ഒരു ന്യൂനത ഉണ്ടാവും, അല്ലെങ്കിൽ അപകർഷം ഉണ്ടാവും എന്ന് വിചാരിക്കാൻ പാടില്ല. ഏതായാലും മരിച്ചുപോയ ഷിഹാബുദ്ദീൻ്റെ സ്മരണയ്ക്ക് മുന്നിൽ ആദരാഞ്ജലി അർപ്പിക്കുന്നു. അദ്ദേഹം ഇപ്പോൾ സ്വർഗത്തിലാണോ നരകത്തിലാണോ എന്ന് നമുക്ക് ആർക്കും അറിയില്ല. ഏതായാലും ആൾ വേർപെട്ടു പോയി എന്ന് മാത്രമേ നമുക്കറിയാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.